എഡിറ്റേഴ്സ് ചോയ്സ്. തോമസ് ജോണിന് ജീവിതം തട്ടുകടയിലെ ഗുസ്തി. കേരളത്തിന്റെ കായിക കുതിപ്പിനിടയിൽ പഴയൊരു ജേതാവിനെ ഓർമ്മപ്പെടുത്തുകയാണ് എഡിറ്റേഴ്സ് ചോയ്സ്. സംസ്ഥാന സ്കൂൾ കായികമേളകളിൽ തുടർച്ചയായി 5 മെഡലുകൾ, അതിൽ 4 സ്വർണം. 1987 മുതൽ 92 വരെ നടന്ന കായികമേളകളിലാണ് ഗുസ്തി മത്സരത്തിൽ തോമസ് ജോൺ ചാമ്പ്യനായത്. കോട്ടയത്ത് മെഡിക്കൽ കോളേജിന് മുന്നിൽ തട്ടുകട നടത്തുകയാണ് ഇപ്പോൾ തോമസ് ജോൺ. ഈ റിപ്പോർട്ടോടെ ടോപ് 10 സമാപിക്കുന്നു. വീണ്ടും നാളെ രാത്രി 10 മണിക്ക്. നമസ്കാരം. കായികമേളയിൽ അഭിമാനത്തോടെ സ്വർണ്ണ മെഡൽ അണിഞ്ഞു നിൽക്കുന്ന ഒരു താരത്തിന്റെ സ്വപ്നങ്ങൾ എന്തായിരിക്കും? ഭാവിയിലെ കായിക നേട്ടങ്ങൾ, നല്ല ജോലി, മെച്ചപ്പെട്ട ജീവിത സാഹചര്യം. കാരണം സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾക്ക് ഒരു കുറവുമില്ല. തോമസ് ജോണും ഒരു കാലത്ത് അങ്ങനെ സ്വപ്നം കണ്ടിരുന്നു. 1 4 സ്വർണ്ണ മെഡലുകൾ, 1 തവണ വെങ്കലം. നിരവധി ദേശീയ മേളകളിൽ പങ്കെടുത്തു. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തിരുവനന്തപുരത്ത് നടന്ന മേളയിൽ 25 കിലോ വിഭാഗം റെസ്ലിംഗിലായിരുന്നു ആദ്യ സ്വർണ്ണ നേട്ടം. ഇപ്പോൾ കയ്യിലിരിക്കുന്ന 60ഓളം സർട്ടിഫിക്കറ്റുകൾ മടക്കിവെച്ച് അന്തസ്സായി ചായയടിച്ച് ജീവിക്കുന്നു. പ്രതീക്ഷ ഉണ്ടായിരുന്നു, പിന്നീട് അത് അങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റില്ല. അതിനുള്ള പ്രാക്ടീസ് ഇല്ലായിരുന്നു, അതിനുള്ള നമ്മൾ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. ഇപ്പോൾ സ്കൂൾ കായികം നടക്കുമ്പോൾ അതിലും കഴിവുള്ള പിള്ളേർ വളർന്നു വരുമ്പം അവർക്കൊരു പ്രോത്സാഹനം ഈ സർക്കാരിലും കൊടുത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അല്ലാതെ ഗോൾഡ് മെഡൽ മേടിച്ച് വീട്ടിൽ പരിക്കാതെ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. 10ാം ക്ലാസ്സിന് ശേഷം പ്രാരാബ്ധം മൂലം പഠനം തുടരാനായില്ല. അച്ഛൻ മരിച്ചതോടെ കൂലിപ്പണി ചെയ്തും വായ്പയെടുത്ത് ഓട്ടോറിക്ഷ ഓടിച്ചും ജീവിതം തുടങ്ങി. ഇപ്പോൾ അമ്മ ശോശാമയോടൊപ്പം പുറംപോക്കിൽ ചായക്കട നടത്തുന്നു. ഏതു നിമിഷവും വരാൻ സാധ്യതയുള്ള ഇറക്കിവിടൽ ഭീഷണിയുമായി ഗുസ്തി പിടിച്ച് പരിശീലനത്തിനും തൊഴിലിനുമായി കുറെ ശ്രമിച്ചു. ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ചുവപ്പ് നാടകളോട് ഗുസ്തി പിടിക്കാൻ ഈ കഴിവൊന്നും പോരെന്ന് 35-കാരനായ തോമസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ക്യാമറമാൻ സംക്രന്ദനൊപ്പം ശ്രീജിത് നായർ, അമൃത ന്യൂസ്, കോട്ടയം. സ്വർണത്തിന് പൊന്നുവില. സ്വർണം നേടിയവർക്കാകട്ടെ വില തീരെയില്ല. വിൽപ്പനാനന്തര സേവനം എന്നു പറയുന്നത് പോലെ വിജയാനന്തര പരിഗണനയും അത്യാവശ്യം, പ്രത്യേകിച്ച് കായിക താരങ്ങൾക്ക്. അല്ലാത്ത പക്ഷം ജീവിതത്തോട് ഗുസ്തി പിടിക്കുന്ന തോമസ് ജോണുമാരെ ഇനിയും കാണേണ്ടി വരും. തട്ടുപൊളിപ്പൻ മണിമാളികകളിലല്ല, ഇതുപോലെ തട്ടുകടകളിൽ. District secured highest point goes to Ernakulam district. 3 overall champion district goes to Ernakulam. Champion school trophy goes to Mar Basil HSS Kodamangalam. Top 10 at 10. Top 10 at 10.